Hi friends, welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. അപ്പം RRB പരീക്ഷകളിൽ വളരെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പാഠമേഖലയാണ് ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. വിവിധ തരം ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണെങ്കിലും ഫോക്ക് ഡാൻസ് ഫോംസ് ആണെങ്കിലും RRB പരീക്ഷയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യാം, ഇന്ന് നമുക്ക് ഈ ഒരു ഡാൻസ് ഫോംസ് എടുത്ത് പഠിക്കാം. ഡാൻസ് ഫോംസിനെ പറ്റി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡാൻസ് ഫോംസ് പഠിക്കുന്നത്. ഒന്ന് ക്ലാസിക്കൽ ഡാൻസ് ഫോംസും മറ്റൊന്ന് ഫോക്ക് ഡാൻസ് ഫോംസും. അതിൽ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ ഡാൻസ് ഫോംസിനെ പറ്റിയിട്ടാണ്. അപ്പം ഇന്ത്യയിൽ 8 തരം ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് അല്ലെങ്കിൽ ശാസ്ത്രീയ നൃത്തരൂപങ്ങളാണ് നമുക്കുള്ളത്. അത് ഓരോന്നും ആ 8 എണ്ണം ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നത് നിങ്ങൾക്ക് അറിയോ? ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് 8 തരം ഡാൻസ് ഫോംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഈ ഓരോ ഡാൻസ് ഫോംസും അത് എവിടെ രൂപം കൊണ്ടു, അതുപോലെ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് അത് രൂപം കൊണ്ടത്, ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാറുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ ഡാൻസ് ഫോം നോക്കാം. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരതനാട്യം എന്നുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ്. ഈ ഭരതനാട്യം എവിടെയാണ് ഒറിജിൻ ചെയ്തതെന്ന് അറിയോ? ഇത് ഒറിജിൻ ചെയ്തത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഒറിജിൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത് ഭരതനാട്യം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഈ ഭരതനാട്യം എന്നുള്ള ഡാൻസിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ഇത് ഏറ്റവും പഴക്കമുള്ള ശാസ്ത്രീയ നൃത്തശൈലി എന്നാണ് നമ്മുടെ ഭരതനാട്യം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയുണ്ട്? പലതരം ഭാവപ്രകടനങ്ങൾ അല്ലെങ്കിൽ അഭിനയം, താളച്ചുവടുകൾ, അതുപോലെ തന്നെ ശില്പ സാദൃശ്യ ഭാവങ്ങൾ എന്നിവയ്ക്കൊക്കെ വളരെ ഊന്നൽ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത് ഭരതനാട്യം എന്ന് പറയുന്നത്. ഭരതനാട്യത്തിന്റെ ഒരു പിക്ചറാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിക്കൊള്ളുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത് എവിടെ രൂപം കൊണ്ടു എന്നാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഡാൻസ് ഫോമിലേക്ക് പോവാണ്. അടുത്തതാണ് കഥക് എന്നുള്ള ഡാൻസ് ഫോം. നമ്മളെല്ലാവരും സിനിമകളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ബോളിവുഡ് മൂവീസിലൊക്കെ ഈ കഥക് ഡാൻസ് ഫോം കണ്ടിട്ടുണ്ടാവും അല്ലെ. ദീപിക പദുക്കോൺ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ കഥക് ഡാൻസ് ഫോം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ ഫേമസ് ആണ്. നോർത്ത് ഇന്ത്യയിലാണ് കഥക് എന്നുള്ള ഈ ഒരു ശാസ്ത്രീയ നൃത്തം രൂപം കൊണ്ടിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇത് ഒരു കഥ പറയൽ കലാരൂപം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ വളരെ സൂക്ഷ്മമായ പാദചലനങ്ങളാണ് ഈ ഒരു ഡാൻസ് ഫോമിനുള്ളത്. അതൊന്നും നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെച്ചോളൂ. സൂക്ഷ്മമായ പാദചലനങ്ങളുള്ള നൃത്തരൂപം ഏതാണ്? അത് കഥക് ഡാൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വട്ടചലനങ്ങൾ, അതുപോലെ തന്നെ പ്രകടനാത്മക ചലനങ്ങൾ, ഇവയൊക്കെ എന്താണ്? കഥക് ഡാൻസ് ഫോമിന്റെ മുഖ്യ ഘടകങ്ങളാണ്. ഈ കഥക് ഡാൻസ് ഫോമിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മ്യൂസിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. കഥക് ഡാൻസ് ഫോമിന്റെ ഒരു പിക്ചർ ഉണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് കഥക് ഡാൻസ് ഫോം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി വളരെ ഫേമസ് ആണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ് കുച്ചിപ്പുടി. അപ്പൊ കുച്ചിപ്പുടി എന്നുള്ള ഡാൻസ് ഫോം ഒറിജിൻ ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. എന്തൊക്കെയായിരിക്കും ഈ കുച്ചിപ്പുടിയുടെ സവിശേഷതകൾ? ഏറ്റവും പ്രയാസമേറിയ നൃത്തശൈലിയായിട്ട് അറിയപ്പെടുന്നത്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നൃത്തശൈലി എന്ന് അറിയപ്പെടുന്ന ഡാൻസ് ഫോം ഏതാണ്? കുച്ചിപ്പുടിയാണല്ലേ. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, തലയുടെ മുകളിൽ ഒരു കുടം വെച്ചിട്ടൊക്കെ കളിക്കുന്ന ഒരു ഡാൻസിലെ ആ ഡാൻസ് ആണല്ലേ കുച്ചിപ്പുടി. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? സുന്ദരമായ ചലനങ്ങളും നാടകീയതയും സാങ്കേതിക താളച്ചുവടുകളും ഒക്കെ എന്തിന്റെ പ്രത്യേകതയാണ്? കുച്ചിപ്പുടി എന്നുള്ള ഡാൻസ് ഫോമിന്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഒഡീസി എന്ന ഡാൻസ് ഫോം ആണ്. ഒഡീസി എന്ന ഡാൻസ് ഫോം പഠിക്കാൻ വളരെ ഈസിയാണ്. കാരണം ഒഡീസി എന്ന പേരിൽ തന്നെയുണ്ട് അത് എവിടെ നിന്ന് ഒറിജിൻ ചെയ്തു എന്നുള്ളത്. ഒഡീഷയിൽ നിന്നും ഒറിജിൻ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നൃത്തരൂപമാണ് ഒഡീസി എന്ന് പറയുന്നത്. ഇതിന്റെ സവിശേഷതകൾ നോക്കിക്കേ. ഏറ്റവും പഴമയുള്ള നൃത്തങ്ങളിൽ ഒന്നായിട്ടാണ് ഏത് അറിയപ്പെടുന്നത്? നമ്മുടെ ഒഡീസി അറിയപ്പെടുന്നത്. അപ്പം ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള നൃത്തരൂപം, ക്ലാസിക്കൽ നൃത്തരൂപം ഏതായിരുന്നു? അത് ഭരതനാട്യമാണ്. പക്ഷെ ഒഡീസി എന്താണ്? ഈ ഏറ്റവും പഴമയുള്ള ഒരുപാട് നൃത്തരൂപങ്ങൾ ഉണ്ടല്ലേ, അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത് ഒഡീസി എന്ന് പറയുന്നത്. ഇതിൽ വൈവിധ്യമുള്ള ചലനങ്ങൾ, അതുപോലെ തന്നെ ഭംഗിയുള്ള മുദ്രകളൊക്കെ ഈ ഒരു ഡാൻസ് ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡാൻസ് ഫോമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചുള്ളൂ, ത്രിഭാംഗ പോസ്ചർ. ത്രിഭാംഗ പോസ്ചർ ഉള്ളത് ഏത് നൃത്തത്തിലാണ്, ഏത് നൃത്തരൂപത്തിൽ കാണപ്പെടുന്നതാണ് ത്രിഭാംഗ പോസ്ചർ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ആൻസർ ചെയ്തോളൂ. ഒഡീസിയാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ പ്രത്യേകം ഫോക്കസ് കൊടുത്തിട്ട് പഠിച്ചു വെച്ചോളൂ. ത്രിഭാംഗ പോസ്ചർ ഈസ് റിലേറ്റഡ് ടു ഒഡീസി ഡാൻസ് ഫോം. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഇത് ത്രിഭാംഗ പോസ്ചറിന് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ത്രിഭാംഗ പോസ്ചർ ഉണ്ടാവുക. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ഡാൻസ് ഫോം നോക്കാം. അതാണ് നമ്മുടെ സ്വന്തം കഥകളി അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം കഥകളി എവിടെയാണ് ഫോം ചെയ്തത്? കേരളത്തിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു നൃത്തരൂപമാണ് ഏതെന്ന് പറയുന്നത്? കഥകളി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തില് രണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഉണ്ട്. കേരളത്തിൽ രണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് രൂപം കൊണ്ടിട്ടുണ്ട്. അതിലൊന്ന് കഥകളിയാണ്, മറ്റൊന്ന് മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തെ പറ്റി നമുക്ക് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാം. അതിന് മുന്നേ ഈ കഥകളി ഒന്ന് നോക്കിക്കേ. കഥകളിയുടെ സവിശേഷതകൾ എന്തൊക്കെയാ? നൃത്തം, സംഗീതം, അഭിനയം എന്നിവ സംയോജിപ്പിച്ച കലാരൂപമാണ് ഏതെന്ന് പറയുന്നത്? കഥകളി എന്ന് പറയുന്നത്. കഥകളിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ RRB NTPC എക്സാംസിലൊക്കെ കൂടുതലായിട്ടും നിങ്ങളോട് ചോദിക്കുന്നത് ഈ ഓരോ ഡാൻസ് ഫോംസും എവിടെ ഒറിജിൻ ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. നമുക്ക് ഒരുപാട് ഡെപ്തിലേക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടില്ല, പഠിക്കേണ്ടതായിട്ട് ഇല്ല. ഇതിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാ? ഭാവപ്രകടനങ്ങൾ, കൃത്രിമ മേക്കപ്പ്, മനോഹരമായ വസ്ത്രങ്ങൾ, ഇവയൊക്കെ എന്തിന്റെ സവിശേഷതകളാണ്? കഥകളി എന്നുള്ള ഡാൻസ് ഫോമിന്റെ സവിശേഷതയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കഥകളിയുടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി വെച്ചോളുക. ഇവിടെ ഒരു കാര്യം കൂടി പറയാം. എവിടെയെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പച്ച, കത്തി, കരി, താടി, മിനുക്ക് ഇങ്ങനെ കുറച്ച് ടേംസ് തന്നിട്ട് ഇത് ഏത് ഡാൻസ് ഫോമുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയായിരുന്നു ടേംസ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്. അപ്പൊ പച്ച, കത്തി, കരി, താടി, മിനുക്ക് ഇതൊക്കെ കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങളാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, കഥകളിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡാൻസ് ഫോമിലേക്ക് പോവുകയാണ്. അടുത്ത ഡാൻസ് ഫോം ആണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ രണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത്. ഒന്ന് കഥകളിയാണ്, മറ്റൊന്ന് ഏതാണ്? മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മോഹിനിയാട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാ? മോഹിനിയുടെ നൃത്തം എന്ന് അറിയപ്പെടുന്ന നൃത്തമാണ് ഏതെന്ന് പറയുന്നത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ മൃദുവായിട്ടുള്ള ചലനങ്ങളായിരിക്കും ഇതിനുണ്ടാവുക. വളരെ മൃദുവായ ചലനങ്ങളും ലളിതമായ അലങ്കാരവും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. മോഹിനിയാട്ടത്തിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മോഹിനിയാട്ടത്തിന്റെ പിക്ചർ. നമ്മളൊക്കെ സ്കൂൾ ടൈമിലൊക്കെ ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ മോഹിനിയാട്ടം ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ സുപരിചിതരാണ്. നമുക്ക് ഒരുപാട് ഡീറ്റെയിലോട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടില്ല, പോവേണ്ടതായിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട ഡാൻസ് ഫോം ആണ് മണിപ്പൂരി എന്ന് പറയുന്നത്. നമ്മൾ ഒഡീസിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒഡീസി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഒഡീസി, ഒഡീഷ. അതുപോലെ തന്നെ മണിപ്പൂരി ഡാൻസ് ഫോം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ മണിപ്പൂരി ഡാൻസ് ഫോം ഒറിജിൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മണിപ്പൂരാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിന്റെ ശാസ്ത്രീയ നൃത്തമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മണിപ്പൂരി ഡാൻസ് ഫോം എന്ന് പറയുന്നത്. ഇതിനെ ദൈവിക നൃത്തശൈലി ആയിട്ടാണ് എന്തിനെ പരിഗണിക്കുന്നത്? നമ്മുടെ ഈ ഒരു മണിപ്പൂരി ഡാൻസ് ഫോമിനെ പരിഗണിക്കുന്നത്. അപ്പൊ നിങ്ങൾ മണിപ്പൂരി ഡാൻസ് ഫോമുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇതാ മണിപ്പൂരി ഡാൻസ് ഫോമിന്റെ ഒരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി വെച്ചോളാം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോമിന്റെ അടുത്ത ഡാൻസ് ഫോം, അതായത് 8ാമത്തെ ഡാൻസ് ഫോം, നമ്മൾ ഫൈനലിലോട്ട് പോവാണ്. ലാസ്റ്റ് ഡാൻസ് ഫോം ആണ് സാട്രിയ. സാട്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ സാട്രിയ ഡാൻസ് ഫോം ഏത് സംസ്ഥാനത്താണ് ഒറിജിൻ ചെയ്തതെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ സാട്രിയ ഡാൻസ് ഫോം ബൈ ഹാർട്ട് ചെയ്ത് പോയിക്കോളാം. സാട്രിയ എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ആസമിലാണ്. ആസമിൽ ഫോം ചെയ്തിരിക്കുന്ന ഡാൻസ് ഫോം, ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? സാട്രിയ എന്ന് പറയുന്നത്. ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? വൈഷ്ണവ മഠങ്ങളിൽ പിറവിയെടുത്ത നൃത്തശൈലിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സാട്രിയ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. അപ്പം വൈഷ്ണവിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൃത്തരൂപം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് നൃത്തരൂപമാണ്? നമ്മുടെ സാട്രിയ നൃത്തരൂപമാണ് അല്ലേ. ഓക്കെ, ഇതില് ഒരുപാട് മതപരമായ ഘടകങ്ങൾ ഈ ഒരു സാട്രിയ ഡാൻസ് ഫോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് സാട്രിയ നൃത്തം
ആസമിലാണ് ഒറിജിൻ ചെയ്തതെന്നാണ്. അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും. അപ്പോൾ ദാ ഇവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ ഡാൻസ് ഫോമിനെ പറ്റി പഠിച്ചു? നമ്മൾ ആദ്യം പഠിച്ചു ഭരതനാട്യം. ഭരതനാട്യം എവിടെ ഒറിജിൻ ചെയ്തത്? നമ്മുടെ തമിഴ്നാട്ടിലാണല്ലേ. അതിനുശേഷം നമ്മൾ ഏതാ പഠിച്ചത്? നമ്മൾ കുച്ചിപ്പുടി പഠിച്ചു. കുച്ചിപ്പുടി എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശിലായിരുന്നു. പിന്നെ കേരളത്തിൽ 2 ഒറിജിൻ ചെയ്തല്ലോ, അത് ഏതൊക്കെയായിരുന്നു? കഥകളിയും മോഹിനിയാട്ടവും. ഓക്കെ, മണിപ്പൂരിൽ ഒറിജിൻ ചെയ്തത് ഏതായിരുന്നു? മണിപ്പൂരി. ഓക്കെ, ആസമിൽ ഒറിജിൻ ചെയ്ത ഡാൻസ് ഫോം ഏതായിരുന്നു? സാട്രിയ. ആസമിൽ ഒറിജിൻ ചെയ്തത് സാട്രിയ ഡാൻസ് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ഒഡീഷയിൽ ഒറിജിൻ ചെയ്തിരിക്കുന്ന ഡാൻസ് ഫോം ഏതായിരുന്നു? ഒഡീസി ആണല്ലേ. ഒഡീസിയാണ് ഒഡീഷയിൽ ഒറിജിൻ ചെയ്തിരിക്കുന്ന ഡാൻസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡാൻസ് ഫോംസ് നമ്മൾ എന്തായി പഠിച്ച് പക്കയാക്കി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരെണ്ണം വിട്ടുപോയല്ലേ, കഥക്. കഥക് ഡാൻസ് ഫോം എവിടെയാണ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്? നോർത്ത് ഇന്ത്യയിലാണ് അല്ലേ, വടക്കേ ഇന്ത്യയിലാണ്. അപ്പോൾ ഓരോ ഡാൻസ് ഫോമും എവിടെയൊക്കെ ഒറിജിൻ ചെയ്തെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങളിതാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആസമുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്: ഒഡീഷി, സാട്രിയ, ഭരതനാട്യം, മണിപ്പൂരി. ഏതായിരുന്നു ആസമുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപം? നമുക്കറിയാം അല്ലേ, ഏതായിരുന്നു? ഓപ്ഷൻ ബി സാട്രിയ ആണല്ലേ. ഓപ്ഷൻ ബി സാട്രിയ ആണ് നമ്മുടെ ആസാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസിക്കൽ നൃത്തരൂപം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ക്ലാസിക്കൽ നൃത്തരൂപം അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഓപ്ഷൻസ് ഉണ്ട്: കഥകളി, യക്ഷഗാന, മണിപ്പൂരി, ഒഡീസി. ഇതിൽ ഏത് ഡാൻസ് ഫോം ആണ് നമ്മുടെ ക്ലാസിക്കൽ നൃത്തരൂപം അല്ലാത്തത് ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ നമുക്ക് സുഖമായിട്ട് കിട്ടൂലേ. ഏതായിരുന്നു? യക്ഷഗാനയാണല്ലേ. യക്ഷഗാനയാണ്. അതൊരു ഫോക്ക് ഡാൻസ് ഫോം ആണ്. അതെന്തല്ല, ശാസ്ത്രീയ നൃത്തരൂപം അല്ല. കഥകളി എവിടുത്തതായിരുന്നു? കഥകളി കേരളത്തിൻ്റെതായിരുന്നു അല്ലേ. മണിപ്പൂരി എവിടുത്തതായിരുന്നു? മണിപ്പൂരിൻ്റെതായിരുന്നു. ഒഡീസി എവിടുത്തതായിരുന്നു? ഒഡീഷയുടേതാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൂടിയാട്ടം എന്ന സവിശേഷതയുള്ള ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? കൂടിയാട്ടം എന്ന സവിശേഷതയുള്ള ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? ഇതിന്റെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കഥകളി ഉണ്ട്, മണിപ്പൂരി ഉണ്ട്, ഒഡീസി ഉണ്ട്, ഭരതനാട്യമുണ്ട്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ എ കഥകളിയാണ്. കഥകളി എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? എന്തിന്റെ സവിശേഷതയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? കൂടിയാട്ടത്തിന്റെ അല്ലേ. കൂടിയാട്ടത്തിന്റെ സവിശേഷതയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്വന്തം കഥകളി എന്ന് പറയുന്നത്. അപ്പം RRB പരീക്ഷകളിൽ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് 8 എണ്ണമാണ് പഠിച്ചത്. ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഫോക്ക് ഡാൻസ് ഫോംസും, ഫോക്ക് ഡാൻസ് ഫോംസ് 8 അല്ല, കുറച്ചധികം ഫോക്ക് ഡാൻസ് ഫോംസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഫോക്ക് ഡാൻസ് ഫോംസും അതിന്റെ സ്റ്റേറ്റും, അത് എവിടെ ഒറിജിൻ ചെയ്തു അല്ലെങ്കിൽ അത് എവിടെ അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണെന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഒരു ഹോട്ട് ടോപ്പിക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചോളുക. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണല്ലേ. നമ്മളെല്ലാം പരീക്ഷ അടുത്തെത്താനാവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ ടോപ്പിക്ക് നമ്മൾ ഇതൊക്കെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ച് എടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമായിട്ടുണ്ട്? കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസും കാര്യങ്ങളും ആവശ്യമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ആ ബാച്ചിൻ്റെ പേരാണ് റാപ്പിഡ് ബാച്ച്. അപ്പോൾ ഈ ഒരു റാപ്പിഡ് ബാച്ചിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽ ക്ലാസ്സസ് അവൈലബിൾ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി ടോപ്പിക് ബേസ്ഡ് എക്സാംസ് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടാവും അല്ലേ. ഞാൻ എപ്പോഴും എക്സാമിൻ്റെ കാര്യം പറയാറുള്ളതാണ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമായിട്ടുണ്ട്? നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിൻ്റെയും, ഇപ്പം തന്നെ നമ്മൾ പഠിച്ചില്ലേ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് ടോപ്പിക്ക് പഠിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് എക്സാംസും കൂടി അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് എക്സാംസും വീക്ക്ലി എക്സാംസും കൂടാതെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും നമുക്ക് നമ്മുടെ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും.
കൂടാതെ നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ഡെയിലി നിങ്ങൾക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് തരുന്നതായിരിക്കും, നിങ്ങൾക്ക് അഷ്യൂർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നോട്ട്സും അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ റാപ്പിഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്